ചരിത്രപാതയായ ആലുവ മൂന്നാർ രാജപാതയുടെ പുനരുദ്ധാരണം ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ ജനമുന്നേറ്റ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിനെതിരെ കള്ളക്കേസ് ചുമത്തിയ വനം വകുപ്പിനെതിരെ മലയോര മേഖലയിൽ വൻ പ്രതിഷേധം. കഴിഞ്ഞ ഞായറാഴ്ചയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള രാജപാത പുനരുദ്ധരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസിൻ്റെയും കോതമംഗലം MLA ആന്റണി ജോണിൻ്റെയും നേതൃത്വത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സംയുക്തമായി ജനമുന്നേറ്റ യാത്ര നടത്തിയത്. മാങ്കുളം, ആനക്കുളം ഭാഗത്തു നിന്നെല്ലാം 1 മണിക്കൂർ സമയം കൊണ്ട് കോതമംഗലത്ത് എത്തിച്ചേരാവുന്ന മൂന്നാർ ആലുവ രാജപാത യാത്രാ ബുദ്ധിമുട്ട് കുറയ്ക്കുമെന്നിരിക്കെ നാടിൻ്റെ ആവശ്യം നിറവേറ്റുകയാണ് യഥാർത്ഥ ഭരണാധികാരികൾ ചെയ്യേണ്ടത്. ആയിരക്കണക്കിന് ആളുകൾക്കൊപ്പം സ്ഥലം ജനപ്രതിനിധികളോടും കൂടെ വളരെ സൗമ്യമായി പ്രതിഷേധം നടത്തിയ കോതമംഗലം രൂപതയുടെ വന്ധ്യവയോധികനായ പിതാവിനെ ഉൾപ്പെടെ കേസിൽ ഉൾപ്പെടുത്തിയ സംസ്ഥാന വനം വകുപ്പിൻ്റെ കാട്ടുനീതി മനസ്സിലാകുന്നില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ രൂപത്തിൽ വന്യമൃഗശല്യവും അപകടങ്ങളും പെരുകുമ്പോൾ അതിനുവേണ്ടി ചെറുവിരൽ അനക്കാത്ത വനം വകുപ്പ് ജനങ്ങളുടെ ഈ ആവശ്യത്തിന് മുന്നിൽ എന്തിനു കണ്ണടയ്ക്കുന്നു എന്നാണ് മനസ്സിലാകാത്തത്. കർഷകർക്ക് വേണ്ടി നിലപാട് പറയുന്നവരും മലയോര മേഖലയിലെ കർഷകരുടെ ശബ്ദമായി നിൽക്കുന്നു എന്ന് പറയുന്ന മന്ത്രിയുമടക്കം മൗനം പാലിക്കുന്നത് ലജ്ജാവഹം എന്നല്ലാതെ എന്തു പറയാനാണ്? ഇടുക്കിയുടെ മലയോര മേഖലയെ എറണാകുളവുമായി ബന്ധിപ്പിക്കുന്ന ഈ വഴി യാത്രയ്ക്കായി തുറന്നു കൊടുക്കുന്നതോടെ ഇടുക്കിയുടെ വികസനത്തിന് പുതിയൊരു നാമ്പ് കൂടി മുളയ്ക്കും. റവന്യൂ രേഖകളും PWD രേഖകളും അനുസരിച്ച് കുട്ടമ്പുഴ വഴി പോകുന്ന ഈ പാത ഇപ്പോഴും പൊതുമരാമത്ത് വകുപ്പ് റോഡാണ്. ഈ റോഡ് തുറന്നു കൊടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. വനാതിർത്തിയോട് ചേർന്നുള്ള കൃഷിഭൂമി അടക്കമുള്ള വനേതര ഭൂമി സംസ്ഥാനത്തിന് പല മേഖലകളിലും വനഭൂമിയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പ് റോഡിൽ വനം വകുപ്പിന് എന്തധികാരമാണുള്ളതെന്ന് മനസ്സിലാകുന്നില്ല. ആനയിറങ്ങിയും കടുവയിറങ്ങിയും ആളുകൾ മരിക്കുമ്പോൾ തിരിഞ്ഞുപോലും നോക്കാതെ അനാവശ്യ ഇടപെടലുകളിലൂടെ കുപ്രസിദ്ധി നേടാനാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇതുകൊണ്ടൊന്നും കോതമംഗലം രൂപതയെ ഭയപ്പെടുത്താം എന്ന് കരുതേണ്ടതില്ലെന്ന് ജനങ്ങൾ വ്യക്തമാക്കി. മലയോര കർഷകന്റെ നിലപാട് എന്നും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതും വനം വന്യജീവി പ്രശ്നങ്ങളിൽ കൃത്യമായി ഇടപെടൽ നടത്തുന്നതും കോതമംഗലം രൂപതയാണ്. ഈ വൈരാഗ്യ ബുദ്ധിയാണ് കേസിന് പിന്നിലെങ്കിൽ, പ്രതിഷേധങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാണ് സർക്കാർ നീക്കമെങ്കിൽ, അഭിവന്യ പിതാവിനൊപ്പം അടിയുറച്ച പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് വിശ്വാസികളുടെ തീരുമാനം. 40 വർഷം മുമ്പ് ഞാൻ ഈ വഴിയെ വാഹനത്തിലും കാൽനടയായും യാത്ര ചെയ്തിട്ടുണ്ട്. അന്നൊന്നും ആരും തടയാൻ വന്നില്ല. അന്നില്ലാത്ത എന്തധികാരത്തിൻ്റെ പേരിലാണ് വനം വകുപ്പ് ഈ റോഡ് അടച്ചത്. ഈ രാജപാത നമ്മുടെ പൈതൃകത്തിൻ്റെ ഭാഗമാണ്. ഇതിൻ്റെ വീണ്ടെടുപ്പിന് നിങ്ങൾക്കൊപ്പം ഞാനുമുണ്ടാകും. കോതമംഗലം പൂയംകുടിയിൽ ആലുവ മൂന്നാർ രാജപാത കയ്യേറിയ വനം വകുപ്പിൻ്റെ നെറികേടിനെതിരെ പ്രതിഷേധിക്കാനും ഈ വഴിയിലൂടെ ജനമുന്നേറ്റ യാത്ര നടത്തുവാനും വന്ന ആയിരങ്ങളോട് കോതമംഗലം രൂപതയുടെ മുൻ അധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിൽ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ വാക്കുകളാണിത്. കോതമംഗലത്തിൻ്റെ സ്വന്തം പിതാവിനെ പ്രതിയാക്കിയതിനെ തുടർന്ന് വനം വകുപ്പിനെതിരെ ജനരോഷം ഉയരുകയാണ്. സമൂഹത്തിൻ്റെ നാനാ തുറകളിൽ നിന്നും ബിഷപ്പിനും അദ്ദേഹത്തിനൊപ്പം പ്രതികരിച്ചവർക്കും പിന്തുണയുമായി അനേകരാണ് രംഗത്ത് വരുന്നത്.